നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്നും പുറത്താക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ കോൺഗ്രസിന് മുന്നിലുള്ളൂ. വല്യേട്ടൻ സ്വഭാവം കാണിച്ചാൽ പല സംസ്ഥാനങ്ങളിലും തങ്ങൾക്ക് തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് അതിനനുസരിച്ചാണ് ഇപ്പോൾ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവുമായി ഉണ്ടായ ഏറ്റവും വലിയ തർക്കങ്ങളിലൊന്ന് ഇതുതന്നെയായിരുന്നു. കോൺഗ്രസിന്റെ ഈ വല്യേട്ടൻ മനോഭാവം മാറ്റിവെക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ആദ്യം പറഞ്ഞത് അഖിലേഷ് യാദവ് ആയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് വലിയ കോംപ്രമൈസുകൾക്ക്, വലിയ ത്യാഗങ്ങൾക്കൊക്കെ തയ്യാറാവുകയും ചെയ്തിരുന്നു. എന്തായാലും കോൺഗ്രസ് സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ച ചെയ്തത് തീർച്ചയായും അവരെ സംബന്ധിച്ച് വലിയൊരു ത്യാഗം എന്നതിലുപരി വലിയൊരു സ്ട്രാറ്റജിയായി കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ബംഗാളിൽ മമതാ ബാനർജിയുമായി സഖ്യം ചേരാൻ സാധിക്കാത്തത് കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഏത് സമയവും മമതാ ബാനർജി INDA എന്ന സഖ്യത്തിന്റെ ഭാഗമാകുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഹൈക്കമാൻഡ് വെച്ച് പുലർത്തുന്നുണ്ട്. ഇതുവരെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് 278 സ്ഥാനാർത്ഥികളെയാണ്. 20 മുതൽ 40 വരെ സീറ്റുകളിൽ ഇനിയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേഠിയും റായ്ബറേലിയും ഒക്കെ തന്നെയാണ്. ഏകദേശം 300 സീറ്റിലാണ് കോൺഗ്രസ് ഇത്തവണ മത്സരിക്കാൻ സാധ്യത എന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വോട്ട് കുറഞ്ഞാൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്നുള്ള ലേബൽ കോൺഗ്രസിന് നഷ്ടമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2019 421 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ചിരുന്നത്. അതിന് തൊട്ട് മുൻപ് 2014 464 സീറ്റിൽ മത്സരിച്ചിരുന്നു. 2009 440 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചത്. എന്തായാലും 2004 417 സീറ്റുകളിൽ കോൺഗ്രസ് പാർട്ടി മത്സരിച്ചിരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇതുവരെയുള്ള കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലാണ് അവർ ഇക്കുറി മത്സരത്തിന് ഇറങ്ങുന്നത്. 2004 കോൺഗ്രസിന് 145 സീറ്റുകൾ ലഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം UPA സഖ്യം രൂപീകരിച്ച് സർക്കാർ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. 2009 206 സീറ്റാണ് ലഭിച്ചത്. 2014 44 എന്ന നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടി കൂപ്പുകുത്തുന്നു. 2019 നില കുറച്ചൊന്ന് മെച്ചപ്പെടുത്തുന്നു. 52 സീറ്റുകളിലേക്ക് കോൺഗ്രസ് വീണ്ടും ഒതുങ്ങിപ്പോകുന്ന കാഴ്ച തന്നെയാണ് രാജ്യം കണ്ടത്. എന്തായാലും ഉത്തർപ്രദേശ്, ബംഗാൾ, ബീഹാർ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ മുഴുവനുള്ളത് 201 സീറ്റുകളാണ്. എന്നാൽ ഈ സംസ്ഥാനങ്ങളിലൊന്നും കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയല്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഒരു പ്രധാന കക്ഷിയേ അല്ല കോൺഗ്രസ് പാർട്ടി. UPയിൽ 17 സീറ്റിൽ മാത്രമേ ഇക്കുറി കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്നുള്ളൂ എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിലാണ് ഈ 17 സീറ്റുകളിലേക്ക് മാത്രം തങ്ങൾ മത്സരത്തിനുള്ളൂ എന്ന് കോൺഗ്രസ് പാർട്ടി പറയുന്നത്. 2019 67 സീറ്റിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്ന കോൺഗ്രസ് ആണ് ഇപ്പോൾ 17 എന്നുള്ള സീറ്റ് നിലയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന്റെ പരാജയ ഭീതി തന്നെയാണ്. മാത്രമല്ല, ഇക്കുറി സഖ്യകക്ഷികൾ അവർക്കൊപ്പം നിൽക്കുന്നത് വലിയ ആശ്വാസമാണ്. സമാജ്വാദി പാർട്ടി കോൺഗ്രസിന്റെ കൂടി സീറ്റുകൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട്ടിലും ബീഹാറിലും കോൺഗ്രസ് 9 സീറ്റുകളിലാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. ബംഗാളിലാവട്ടെ 13 സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്നുള്ളൂ. 48 ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിലാവട്ടെ 17 സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസ് ഇക്കുറി മത്സരിക്കുന്നുള്ളൂ എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതിനർത്ഥം കോൺഗ്രസ് ഗെയിം പ്ലാൻ അടിമുടി മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഏകദേശം 300 സീറ്റുകളിൽ മാത്രമായി കോൺഗ്രസ് പാർട്ടി ഇത്തവണ ചുരുങ്ങിപ്പോകുമ്പോൾ അതിനർത്ഥം അവർ കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് കൂടുതൽ ചിലവ് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല. മറിച്ച് ഏറ്റവും അധികം വിജയപ്രതീക്ഷയുള്ള, വിജയ സാധ്യതയുള്ള ഇടങ്ങളിൽ മാത്രം പോരാട്ടത്തിന് ഇറങ്ങുക എന്നുള്ള നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, സഖ്യകക്ഷികൾക്ക് കൂടുതൽ പരിഗണന നൽകുന്നുണ്ട്. ആ വല്യേട്ടൻ മനോഭാവം എന്നുള്ള ചീത്ത പേര് മാറ്റാൻ കോൺഗ്രസ് പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ ഓരോ നീക്കങ്ങളും BJP കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റായ്ബറേലിയിൽ ഉൾപ്പെടെ കോൺഗ്രസിനൊപ്പം തന്നെ BJPയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നത്. ഇനി അമേഠിയിൽ കോൺഗ്രസ് തീരുമാനമെടുക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും എന്നുകൂടി അവർ അറിയിച്ചിട്ടുണ്ട്. അതിനർത്ഥം കോൺഗ്രസ് വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് കരുക്കൾ നീക്കുന്നത്. കാരണം വലിയ പരാജയ ഭീതി തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.